ഈ നമ്മുടെ സ്കിന്നിൽ സ്ഥിരമായിട്ട് വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചൊറിച്ചിൽ, ചുവന്ന പാടുകൾ, അതുപോലത്തെ ഇറപ്ഷൻസിനെ വന്നും പോയി നിൽക്കാറുണ്ടാവും. ഇതിനെയാണ് നമ്മൾ എക്സിമ എന്ന് പറയുന്നത്. പല രോഗികളും പറയാറുണ്ട്, നമുക്ക് വർഷങ്ങളായിട്ട് ഈ അസുഖം തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഓയിൽമെൻറ്റ്സ് ഉപയോഗിക്കും, അത് തനിയെ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ചൊറിച്ചിൽ വരും, അല്ലെങ്കിൽ പൊട്ടി വലിക്കാൻ തുടങ്ങും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമുക്കൊരു ടെമ്പററി റിലീഫ് മാത്രമാണ് നൽകുന്നത്. മാറ്റം സ്കിന്നിൽ കാണിച്ചാലും ഇന്റേണലി ഈ കണ്ടീഷൻ പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കണ്ടീഷൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. സോ പുറം ലേപനങ്ങൾ കൊണ്ടുള്ളൊരു സപ്രഷൻ അല്ല നമുക്ക് വേണ്ടത്, ഒരു സൊല്യൂഷനാണ് വേണ്ടത്. സ്കിൻ കംപ്ലയിൻസിലൊക്കെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് എന്നാണ് പറയുക. അതായത് ഡീറ്റെയിൽ കേസ് എടുത്തിട്ട് വ്യക്തിഗതമായിട്ട് കൊടുക്കുന്ന ഡീപ്പ് ആക്ടിങ് മെഡിസിൻസ്. അങ്ങനെയുള്ള ശരിയായ മരുന്ന് ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ തനിയെ തന്നെ സ്കിന്നിൽ വ്യത്യാസങ്ങൾ കാണിച്ചു തുടങ്ങും. ഇതിനകത്ത് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ചില ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കും. അതുപോലെ നമുക്കൊരു ഇൻഫെക്ഷൻസ്, ഇമ്മ്യൂണിറ്റി ലെവൽ, ഇതൊക്കെ നമുക്ക് റോൾ ഔട്ട് ചെയ്യാൻ കഴിയും. ചില അഡ്വാൻസ്ഡ് സ്റ്റേജസിൽ എക്സിമ നമുക്ക് കംപ്ലീറ്റ് ക്യൂർ ആക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നേക്കാം. പക്ഷേ ഏർലി സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എക്സിമ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയാറുണ്ട്. Velith Homeopathy, on a mission to cure.